ആനന്ദ് ഇൻസ്പയറിൻ്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ മെഷീൻ ലേണിംഗ് ആൻഡ് AI റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായ ടൈറ്റാനിക് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരെയധികം ആളുകൾ മരിക്കുകയും ആ സംഭവം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരിക്കലും മറക്കാത്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റാ സെറ്റ് വെച്ചിട്ട് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് അതിലെത്ര ആളുകൾ സർവൈവ് ആയി, എത്ര ആളുകൾ ഡൈഡ് ആയി തുടങ്ങിയ കാര്യങ്ങൾ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ ഇതിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് പ്രഡിക്ഷൻസ് ഏതൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആളുകൾ സർവൈവ് ആയത്, ആ ഷിപ്പിൽ നിന്ന് സർവൈവ് ആയത് എന്ന് നോക്കുകയാണ്. ഇതൊരു മെഷീൻ ലേണിംഗ് ആൻഡ് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് പ്രോജക്റ്റ് ആണിത്. മെഷീൻ ലേണിംഗ് ML പ്രോജക്റ്റുകളിൽ ആദ്യമായി കുട്ടികൾ പഠിക്കുന്ന ടൈമിൽ ചെയ്യുന്ന ഒരു ബേസിക് പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഡേറ്റാ സെറ്റ്, ഗൂഗിൾ കൊളാബിൽ അത് എങ്ങനെ ചെയ്യുന്നു തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ടൈറ്റാനിക് മൂവി കണ്ടവർക്കും ഇപ്പോൾ കണ്ടവരും പഴയ ആളുകൾക്കും ഒക്കെ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ പ്രദാനം ചെയ്ത ഒരു മൂവിയായിരുന്നു ടൈറ്റാനിക്. സോ അത് കണ്ട എല്ലാവർക്കും തന്നെ അതിൻ്റെ റിയൽ ഇൻസിഡൻ്റ് എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സോ അതിലെ ജാക്ക് റോസ് അവരുടെ അഭിനയവും ഒക്കെ വളരെയധികം ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ വളരെയധികം പ്രശംസ നേടിക്കൊടുത്ത ഒരു മൂവിയായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒറിജിനൽ ആയിട്ടുള്ള ടൈറ്റാനിക് ഷിപ്പ്. സോ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഡേറ്റാ സെറ്റിലേക്ക് വരാം. ഇത് കാഗിളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാഗിൾ കോഡ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് കാഗിൾ നടത്തിയ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിരുന്നു ഈ ഡേറ്റാ സെറ്റ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് സോൾവ് ചെയ്ത ഒരു ഡേറ്റാ സെറ്റാണ്. നമുക്ക് ജസ്റ്റ് ഡേറ്റാ സെറ്റ് ഒന്ന് പരിശോധിക്കാം. സോ ഇവിടെ ഒരു ട്രെയിനിങ് ഡേറ്റാ സെറ്റും ഉണ്ട്, ഒരു ടെസ്റ്റിംഗ് ഡേറ്റാ സെറ്റും അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമായി ട്രെയിനിങ് ഡേറ്റാ സെറ്റിൻ്റെ കോളംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഈ എക്സൽ ഓർ CSV ഫയലിൽ നമുക്ക് കാണുവാൻ സാധിക്കും ടോട്ടൽ 892 പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു CSV ഫയലിൽ അടങ്ങിയിരിക്കുന്നത്. സോ ഇതിലെ പ്രധാനപ്പെട്ട കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ് പാസഞ്ചർ ഇൻഡെക്സ്, ദെൻ സർവൈവ്ഡ്, 0 മീൻസ് നോട്ട് സർവൈവ്ഡ്, 1 മീൻസ് സർവൈവ്ഡ് പാസഞ്ചേഴ്സ്, ദെൻ P ക്ലാസ് മീൻസ് അവരുടെ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ദെൻ next one is a name of that passenger, their address, things are mentioned here, then sex, age group, then അടുത്ത ഒരു കോളം SIBSP. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ്ലിങ്സ്, സ്പൗസ് എന്ന കോമ്പിനേഷൻ ആണ്. അതിൽ എത്ര പേര് സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, അതുപോലെ എത്ര പേര് സ്പൗസ്. പാർച്ച് വേറൊരു കോളമാണ്, അത് പേരൻസ് ആൻഡ് ചൈൽഡ് കാറ്റഗറിയിലുള്ള എത്ര പേരുണ്ടായിരുന്നു, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ പേരൻറ്റ് ആൻഡ് ചൈൽഡ് കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അവരുടെ ടിക്കറ്റ്, അവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമ്പേഴ്സ്, ടിക്കറ്റ് ഫെയർ, അവർ ഏത് ക്യാബിനാണ് യൂസ് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. എംബാർക്ഡ് മീൻസ് അവരുടെ ഡെസ്റ്റിനേഷൻ, അത് സതാംപ്ടണിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഷിപ്പായിരുന്നു. അപ്പോൾ വേറെ 3 പോർട്ടുകളിലേക്ക് അത് പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ കോഡാണ്
സതാംപ്ടൺ മീൻസ് യെസ്. കോളംസ് ആണ് നമ്മുടെ ട്രെയിനിങ് ഡേറ്റയിലുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോളം നമ്പർ 2 സർവൈവ്ഡ്. ആ സർവൈവ്ഡ് എന്ന കോളമാണ് നമ്മുടെ പേരന്റ് ഡേറ്റ സെറ്റ്. ഈ ഒരു ഡേറ്റ സെറ്റിൽ സർവൈവ്ഡ് കോളം അവൈലബിൾ ആണ്. എന്നാൽ നമ്മളുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ സെറ്റിൽ എന്തില്ല, സർവൈവ്ഡ് കോളം അവൈലബിൾ അല്ല. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ ഡേറ്റ വെച്ചിട്ട്. ഇതിൽ പ്യുവറായിട്ട് ആരൊക്കെ സർവൈവ് ആയി എന്നുണ്ട്. പക്ഷേ ഈ സർവൈവ് ആകുന്നതിന് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അവരുടെ ഏജ് ഫാക്ടർ, അതുപോലെ അവരുടെ സിബ്ലിങ്സ് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. പേരൻസ് ആയിട്ടുണ്ടെങ്കിൽ, അത് ചെറിയ സ്മോൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ക്ലാസ് ഏതാണ്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അവർക്ക് എസ്കേപ്പിങ്ങിനുള്ള ചാൻസ് ഹൈ ആണ്. ബിക്കോസ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ലേഡീസ് അതുപോലെ ചിൽഡ്രൻസിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും. എന്നാൽ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കിനും സർവൈവൽ ചാൻസ് ലെസ് ആണ്. അതുപോലെ തേർഡ് ക്ലാസ്സിൽ വളരെ കുറവാണ്. തേർഡ് ക്ലാസ്സിൽ മെയിൽസിന് തേർഡ് ക്ലാസ്സിൽ സർവൈവൽ ചാൻസ് ലീസ്റ്റ് ചാൻസ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്സിലെ വുമൺസ്, ചിൽഡ്രൻസ് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, തേർഡ് ക്ലാസ്സിലെ മെൻസിനൊക്കെ ഒരു പ്രയോറിറ്റി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത് ഈ തേർഡ് ക്ലാസ്സിലെ മെയിൽസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അന്ന് അവിടെ ആ ഒരു ആൾക്കാരെ രക്ഷിക്കുന്ന ആ പ്രോസസ്സ് നടന്നത്. ആ ഒരു ഷിപ്പിന് കറക്റ്റായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മാത്രമാണ് അതിൽ ഈ പറയുന്ന ആളുകളെ രക്ഷിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവരുടെ ഏജ്, അവർ കുട്ടികളാണോ ഫീമെയിൽസ് ആണോ, അവർ ഏത് ക്ലാസ്സിലാണ് അവർ യാത്ര ചെയ്യുന്നത്, അവരുടെ പേരൻസ് ഉണ്ടോ, സിബ്ലിങ്സ്. അപ്പൊ ഇതെല്ലാം കൂടെ അഫക്റ്റ് ചെയ്യുമ്പം ഏത് മോഡലാണ് ബെസ്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, എത്ര പേര് സർവൈവ് ആയി കറക്റ്റായിട്ട് നമ്മുടെ പേരന്റ് ഡേറ്റ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത്ര പേര് കറക്റ്റായിട്ട് സർവൈവ് ആയി, ഇത്ര പേര് ഡൈഡ് ആയി, അത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന മോഡലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു AI പ്രഡിക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രെയിനിങ് ഡേറ്റ സെറ്റ് ചെക്ക് ചെയ്തു. അടുത്തതായിട്ട് ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റിന്റെ കോളംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടെയും പാസഞ്ചറിന്റെ ID, P ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് അവർ യാത്ര ചെയ്യുന്നത്, നെയിം ഓഫ് ദാറ്റ് പാസഞ്ചർ, സെക്സ്, ഏജ്, സിബ്ലിങ്സ് ഓർ സ്പൗസ്, ദെൻ പേരന്റ് ഓർ ചിൽഡ്രൻ ക്ലാസ്, ടിക്കറ്റ്, ഫെയർ, ക്യാബിൻ, ദെൻ എംബാർഡ്, ഡെസ്റ്റിനേഷൻ, പോർട്ട്, എംബാർഡ്. സോ ഇതിലില്ലാത്ത ക്ലാസ് എന്താണ്? ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റിൽ സർവൈവ് ഓർ നോട്ട് എന്ന് പറയുന്ന ആ ഒരു കോളം ഇല്ല. ബാക്കിയെല്ലാം സെയിം ആണ്. പക്ഷെ ടെസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രെയിനിങ് ഡേറ്റ അല്ല. നമ്മൾ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ അൺടച്ച്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ ടോട്ടല് 419 റെക്കോർഡ്സേ ഉള്ളൂ. നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ 800 സംതിങ് ഡേറ്റ ഉണ്ട് ട്രെയിനിങ്ങിൽ. ടെസ്റ്റിങ്ങിൽ വരുമ്പോഴത്തേക്കിനും അതിന്റെ ഹാഫ് 400 ഡേറ്റ മാത്രം വെച്ചിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രോജക്റ്റിലെ പോലെ തന്നെ ഗൂഗിൾ കൊളാബ് ആണ് യൂസ് ചെയ്യുന്നത്. ടൈറ്റാനിക് പ്രോജക്റ്റ് എന്ന നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഈ പ്രോജക്റ്റിന്റെ നെയിം ടൈറ്റാനിക് സർവൈവൽ പ്രഡിക്ഷൻ ആണ്. ടൈറ്റാനിക് സർവൈവൽ പ്രഡിക്ഷൻ. സോ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈബ്രറീസിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ലേണിംഗ് AI ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ലൈബ്രറീസ് ആയ പാണ്ടാസ്, NumPy, sklearn അവയെല്ലാം നമുക്ക് ഇവിടെയും ആവശ്യമാണ്. അതുപോലെ ഇവിടെ അഡീഷണൽ ആയിട്ട് ലേബൽ കൊടുക്കുന്നതിനാൽ ലേബൽ എൻകോഡർ എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ക്ലാസിഫയർ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ട് റാൻഡം ക്ലാസിഫയർ. അതിനുശേഷം മെട്രിക്സ്, നമ്മളൊരു ആക്യുറസി മെട്രിക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്കോർ കിട്ടുന്നതിനായിട്ട് ആക്യുറസി സ്കോർ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയും കൂടെ ഇവിടെ ആഡ് ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലോഡ് ഡാറ്റാ സെറ്റ്, നമ്മുടെ ഡാറ്റാ സെറ്റിനെ നമ്മൾ CSV ഫയലാണ്, അതിനെ നമ്മൾ എവിടെ ലോഡ് ചെയ്യണം? ഗൂഗിൾ കൊളാബ് വർക്ക് ചെയ്യുന്നത് ക്ലൗഡ് എൻവയോൺമെന്റിലായതിനാൽ അതിനെ നമ്മുടെ ഈ ഒരു ഫോൾഡറിലേക്ക് ഇവിടെ കൊണ്ടുവരണം. ഈ ഫോൾഡറിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ ഡ്രൈവിനെ നമ്മൾ നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് കണക്ട് ചെയ്യണം. ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഡാറ്റാ സെറ്റിനെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ലോഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ ഡാറ്റാ സെറ്റ് വർക്കാകുന്നത്. അപ്പം ട്രെയിനിങ് ഡാറ്റാ സെറ്റിന്റെ പാത്ത് കൊടുക്കുന്നു, ടെസ്റ്റിംഗ് ഡാറ്റാ സെറ്റിന്റെ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ ഷേപ്പ്, ട്രെയിൻ ഷേപ്പ്, ടെസ്റ്റ് ഷേപ്പ്. സോ അതൊരു ഹെഡറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിനുള്ളിലെ ഡേറ്റ ഏത് ഫോർമാറ്റിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രെയിൻ ഡോട്ട് ഹെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് ഷേപ്പ് എന്ന് പറയുന്ന ട്രെയിനിങ് ഡാറ്റാ സെറ്റിൽ 891 റെക്കോർഡ്സ് ഉണ്ട്. ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 418 റെക്കോർഡ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിപ്പം ലോഡ് ചെയ്ത ഡാറ്റാ സെറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ CSV എക്സൽ ഓപ്പൺ ചെയ്ത സെയിം ഫയലാണ് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആക്കി കാണിച്ചിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഹെഡർ ഫയൽസ് മാത്രമേ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എല്ലാ മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിലും ചെയ്യുന്ന ഒരു കാര്യമായ ഡാറ്റ ക്ലീനിങ് ഇവിടെയും ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റെപ്പ് ട്രെയിനിങ് ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂസ്. സോ നമ്മൾ ഇവിടെ ചില കോളംസ് ഒക്കെ നമ്മുടെ ഡാറ്റാ സെറ്റിലെ ചില കോളംസ്, ഈ ഡാറ്റാ സെറ്റിലെ ചില കോളംസ് ഒക്കെ നോക്കിയാൽ കാണാം മിസ്സിംഗ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഏജ് മിസ്സിംഗ് ഉണ്ട്, ഇതുണ്ട്, ഇവിടെയൊക്കെ ഏജ് മിസ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പല കോളംസിലും ചെറിയ ചെറിയ മിസ്സിംഗ് വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ AI പ്രോജക്റ്റിൽ മിസ്സിംഗ് വാല്യൂസ് അതുപോലെ എറേഴ്സിനെയൊക്കെ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂസ്, ട്രെയിനിങ് ഏജ്, പോർട്ട്, ഫെയർ. അപ്പൊ ഇതിലൊക്കെ നമുക്ക് മീഡിയം കണ്ടുപിടിക്കും. ഇപ്പൊ ഏജ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഏജിന്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ മീഡിയൻ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്ലേസ് നമുക്ക് കൊടുക്കാം. അതുപോലെ ഫെയർ, ഇതൊക്കെ നമുക്ക് മീഡിയം കണ്ടുപിടിച്ച് ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ള മെത്തേഡ്സ് ആണ്. ഇതെല്ലാം പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജ് ആണ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 എൻകോഡ് കാറ്റഗോറിക്കൽ വേരിയബിൾസ്. സോ നമ്മൾ ഇവിടെ ഒരു ലേബൽ എൻകോഡർ എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലേബൽസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എൻകോഡ് കാറ്റഗോറിക്കൽ വേരിയബിൾസ്, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് LE ഈസ് ഈക്വൽ ടു ലേബൽ എൻകോഡർ. അതിൽ നമ്മൾ 2 കോളംസ് സെക്സ് അതുപോലെ എംബാർഡ്, ഈ രണ്ടിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. കാരണം ഇത് നമുക്കെല്ലാം തന്നെ കാറ്റഗോറിക്കൽ വേരിയബിൾ ആക്കി മാറ്റണം. അതായത് നമ്മുടെ മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിന് അറിയാവുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമാണ്. അപ്പൊ ഈ പറയുന്ന സെക്സ്, മെയിൽ, ഫീമെയിൽ, എംബാർഡ് എന്നൊക്കെയുള്ള ടെസ്റ്റ് ഫോർമാറ്റുകളെ നമ്മൾ എന്താക്കി മാറ്റണം? അതിനെ ഒരു വാല്യൂ ആക്കി മാറ്റണം, ട്രാൻസ്ഫോം. അപ്പൊ നമ്മൾ നമ്മുടെ 2 കോളംസ് നമ്മൾ എന്തായി, അതിനെ നമ്മൾ കൺവേർട്ട് ആക്കി വാല്യൂ ഫോർമാറ്റിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ സ്റ്റെപ്പ് 5 സെലക്ട് ഫീച്ചേഴ്സ്. സോ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കോളം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്
പാസഞ്ചർ, ക്ലാസ്, സെക്സ്, ഏജ്, ദെൻ SIB, SP, പാർച്ച്, ഫെയർ ആൻഡ് എംബാർഡ്. സോ ഇതെല്ലാമാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സിനെ നമ്മൾ എല്ലാത്തിനും ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ നെയിം കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ആണ്. അതുപോലെ X ഈസ് ഈക്വൽ ടു ട്രെയിനിങ്, സ്മോൾ ലെറ്റർ Y ഈസ് ട്രെയിൻ സർവൈവ്ഡ്. സർവൈവ്ഡ് ആയിട്ടുള്ളവരെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിന്റെ നെയിം Y ആണ്. ദെൻ X_ടെസ്റ്റ്, ടെസ്റ്റ് ഫീച്ചേഴ്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. എന്നിട്ടത് റൺ ചെയ്യണം. സോ നെക്സ്റ്റ് അതിനുശേഷം നമ്മുടെ സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ട്രെയിൻ മോഡലാണ്. ട്രെയിൻ മോഡൽ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം മോഡൽ ഈസ് ഈക്വൽ ടു റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ. ആ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയറിനെ നമുക്ക് എസ്റ്റിമേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ സ്റ്റേറ്റ് 42 ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് മോഡൽ ഡോട്ട് ഫിറ്റ്. സോ എന്ത് ചെയ്യും, ഈ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഡേറ്റ, ട്രെയിനിങ് ഡേറ്റ സെറ്റിനെ റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പ്രഡിക്ഷൻ നടത്തും. എന്നിട്ട് അതൊരു മോഡൽ ക്രിയേറ്റ് ആക്കുന്നു. ഇവാലുവേറ്റ് വിത്ത് ക്രോസ് വാലിഡേഷൻ. സോ ഇവിടെ നമ്മൾ ക്രോസ് വാലിഡേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മീനും അതിൻ്റെ സ്കോറും കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 7. നമുക്ക് കിട്ടിയ ക്രോസ് വാലിഡേഷൻ ആക്യുറസി എന്ന് പറയുന്നത് 0.8092. 80% ആക്യുറസി നമുക്ക് ഈ ഒരു മോഡല്, ഈ ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. പ്രെഡിക്റ്റിംഗ്. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഈ അൽഗോരിതം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന സ്റ്റെപ്പാണ്. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 8, പ്രെഡിക്റ്റ് ടെസ്റ്റ് സെറ്റ്. സോ പ്രഡിക്ഷൻ ഈസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് വേരിയബിൾ X_ടെസ്റ്റ്. നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിങ്ങിന്റെ വേരിയബിൾ X_ടെസ്റ്റ്. സ്റ്റെപ്പ് നമ്പർ 9, ക്രിയേറ്റ് സബ്മിഷൻ ഫയൽ. സോ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ റിസൾട്ട് കിട്ടുന്ന, പ്രെഡിക്റ്റ് ചെയ്ത റിസൾട്ട് നമുക്കൊരു CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള സ്റ്റെപ്പാണ് സബ്മിഷൻ ഈസ് ഈക്വൽ ടു PD.data frame. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഫ്രെയിമിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു കോളം എന്ന് പറയുന്നത് പാസഞ്ചർ ID ആയിരിക്കും. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് സർവൈവ്ഡ് എന്ന് പറയുന്നതായിരിക്കും. ആ സർവൈവ്ഡിൽ നമ്മൾ 0ഉം 1ഉം ഉണ്ടായിരിക്കും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഡ് പാസഞ്ചേഴ്സ്, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്ഡ്, സർവൈവ്ഡ് പാസഞ്ചേഴ്സ്. സോ അതിൻ്റെ ഡാറ്റ സെറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഒന്ന് നമുക്ക് പരിശോധിക്കാം. സോ ഇത് ഞാൻ റൺ ചെയ്ത ശേഷമുള്ള റിസൾട്ടാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, പാസഞ്ചേഴ്സിൻ്റെ ID ഉണ്ട്, സർവൈവ്ഡ് ആയിട്ടുള്ളവരുടെ 0 or 1. അത് നമ്മൾ ഈ പറയുന്ന റാൻഡം ഫോറസ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ടാണ് ഇവിടെ ഈ കാണുന്നത്. ആ ടെസ്റ്റ് ഡേറ്റയിലെ 419 അത്രയും പാസഞ്ചേഴ്സിന്റെ ഡേറ്റയാണ് ഇവിടെ ചെക്ക് ചെയ്തത്, അവർ സർവൈവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡേറ്റ. സോ ഇതുണ്ടോ, ഇത് ഇവിടെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും submission.csv. അപ്പോൾ അതെന്താവും, പ്രിന്റ് ആകും. submission.csv ആയിട്ട് നമ്മുടെ ഡൗൺലോഡിൽ ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ ആയിട്ട് നമ്മുടെ റിസൾട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ആക്കി കിട്ടും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ ബ്ലോക്കായിട്ടുള്ള ഈ കോഡുകളെ, സോ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത് ഇവിടെ ക്രോസ് വാലിഡേഷൻ ആക്യുറസി 80% ആണ് ആക്യുറസി ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആവുന്നു. ഇപ്പം ഇതുവരെ ഈ ചെയ്ത ഈ സ്റ്റെപ്പുകളെ നമുക്ക് കമ്പൈൻ ചെയ്തും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ കൊളാബിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഗൂഗിൾ കൊളാബിലേക്ക് നമ്മൾ ഇതുണ്ട് submission.csv മീൻസ് നമുക്ക് ആ ഫയലിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ഇപ്പൊ ഇതുവരെ നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്പുകളെ ഒരൊറ്റ കോഡാക്കിയിട്ട് റൺ ചെയ്യാനായിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ആദ്യം ആ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു, നമ്മുടെ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ സീബോൺ ലൈബ്രറി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺഫ്യൂഷൻ മെട്രിക്സ്, നമുക്ക് റിസൾട്ട് വേണ്ടിയത് കൺഫ്യൂഷൻ മെട്രിക്സ് ആയിട്ടാണ്. അതുകൊണ്ട് ലൈബ്രറി ആയിട്ടുള്ള sklearn ഡോട്ട് മെട്രിക്സ്, കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, നമുക്ക് പ്രിസിഷൻ, F1 വാല്യൂ ഇവയൊക്കെ നമുക്ക് റിസൾട്ടിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടും നമ്മളിവിടെ ഈ ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ട്രെയിനിങ് ആൻഡ് വാലിഡേഷൻ. നമ്മുടെ ഡേറ്റാ സെറ്റിന് എല്ലാ മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിലും 80% ട്രെയിനിങ്ങിനും 20% വാലിഡേഷനുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, സ്പ്ലിറ്റ് ഇൻറ്റു ട്രെയിനിങ് ആൻഡ് വാലിഡേഷൻ. സോ ട്രെയിനിങ് ടെസ്റ്റ് സ്പ്ലിറ്റ് എക്സ്, വേരിയബിൾ ക്യാപിറ്റൽ എക്സ്, വൈ, ടെസ്റ്റ് സൈസ് ഈസ് 0.2%. അതിനുശേഷം മോഡൽ ട്രെയിൻ ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസിഫയർ ഏതാണ്? റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പ്രെഡിക്റ്റ് ഓൺ വാലിഡേഷൻ, വാലിഡേഷൻ ഡേറ്റനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ആക്യുറസി ചെക്ക് ചെയ്യുന്നു, വാലിഡേഷൻ ആക്യുറസി. സോ ആക്യുറസി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇത്. പിന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, കൺഫ്യൂഷൻ മെട്രിക്സ്. ഇതൊക്കെ നമ്മൾ എല്ലാ AI പ്രോജക്റ്റുകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്. അതുപോലെ നമുക്കൊരു ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് മാപ്പിന്റെ കോളം ഏത് കളറിൽ വേണം അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളറിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈഡ് ആയവരെ 0, സർവൈവ്ഡ് ആയിട്ടുള്ളത് 1. അപ്പം അതിന്റെ ആ റേഷ്യോ ഒക്കെ ഏത് തരത്തിലുള്ള ഹീറ്റ് മാപ്പ് ആണ് ഫോം ചെയ്യേണ്ടതെന്നും അതിന്റെ എക്സ് ആക്സിസിൽ പ്രഡിക്റ്റഡും വൈ ആക്സിസിൽ ആക്ച്വൽ ഡേറ്റ ആയിരിക്കും. അപ്പം എക്സ് ആക്സിസ് പ്രഡിക്റ്റഡ്, വൈ ആക്സിസ് ആക്ച്വൽ. ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു പ്ലോട്ട് ഡോട്ട് ടൈറ്റിൽ, കൺഫ്യൂഷൻ മെട്രിക്സ്, ടൈറ്റാനിക്, സർവൈവൽ. സോ അതുപോലത്തെ ഒരു ഹെഡിങ്ങിലായിരിക്കും പ്ലോട്ട് ഡോട്ട് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഷോ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാലിഡേഷൻ ആക്യുറസി 82% ആണ്. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ഇങ്ങനെയായിരിക്കും ജനറേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ മോളിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ബേസ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ആകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിലെയും പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ആയ പ്രിസിഷൻ വാല്യൂ, റീകോള്, F1 സ്കോർ, സപ്പോർട്ട്, അതെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ആണ്. ഓൾമോസ്റ്റ് 80, 82, 88 റേഞ്ചിലാണ് നമ്മുടെ ആക്യുറസി നിൽക്കുന്നത്. ടോട്ടൽ ആക്യുറസി എന്ന് പറയുന്നത് 82% ആണ്. പിന്നെ വെയിറ്റ് ആവറേജ്, മൈക്രോ ആവറേജ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൺഫ്യൂഷൻ മെട്രിക്സ് നമ്മുടെ പ്രോജക്റ്റിൽ ജനറേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു വിധത്തിലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും കൺഫ്യൂഷൻ മെട്രിക്സ് ഈ ബ്ലൂ കളറിലുള്ളത് ഡൈഡ് 0. സോ ടോട്ടൽ ആയിട്ടുള്ള ആ വാല്യൂസിൽ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ 92 പാസഞ്ചേഴ്സ് കറക്റ്റ് ആയിട്ട് അവരെന്തായി, അവർ ഡൈഡായി. പക്ഷെ ഈ 13 വാല്യൂസ് മിസ്ക്ലാസിഫൈഡ് ആയി. അവരും എന്താണ്, അവരെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സർവൈവ്ഡിൽ വരുന്നത് 55 സർവൈവ്ഡ് ആയി. പക്ഷെ 90s എന്താ പറ്റി, അവര് സർവൈവ്ഡ് ആയവരാണ്, പക്ഷെ അവരെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവരെ ഡൈഡ് ആയിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അതുപോലെ ഇവിടെ ഡൈഡിൽ 92 കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. 13 അവരും ഡൈഡ് ആയവരാണ്, പക്ഷെ അവരെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം ഒരു 13 ഇവിടെ മിസ്മാച്ച് വന്നിട്ടുണ്ട്. ഇവിടെ സർവൈവ്ഡിൽ ഒരു 19 മിസ്മാച്ച് വന്നിട്ടുണ്ട്. അതായത് 13 പേര് ഡൈഡ് ആയവരെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ 19 പേര് സർവൈവ്ഡ് ആയിട്ടുള്ളവരെയും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാവരെയും തന്നെ 92 ഡൈഡ് ആയെന്നും 55 സർവൈവ്ഡ് ആയതും കറക്റ്റായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 82% ആണ് കറക്റ്റായിട്ട് ആ നമ്മുടെ ഡേറ്റയിൽ നിന്ന് നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ആക്കിയത്, 82%.
സോ അതിനകത്തെ ഫീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഒരു ഗ്രാഫായിട്ട് കാണിക്കാൻ സാധിക്കും. ഫീച്ചേഴ്സ്, സോ അത് ഈ ഒരു ഫീച്ചേഴ്സിനെ ജസ്റ്റ് ഡിസ്പ്ലേ ആക്കിയിരിക്കുകയാണ്. ഓരോ ടേബിളിന്റെയും ഫീച്ചർ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഈ ഫെയർ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിരുന്നു. അതായത് ക്ലാസ് ഫെയർ. ഇപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ ഫെയർ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് എസ്കേപ്പ് ആകാനായിട്ട്, സർവൈവ് ആകാനായിട്ട്. അതുപോലെ സെക്സ് റേഷ്യോ, ഫീമെയിൽസിന് മോർ ചാൻസ് ഉണ്ട്. ഏജ് കാറ്റഗറി ചിൽഡ്രൻസിന് മോർ ചാൻസ് ഉണ്ട്. ബാക്കി കാറ്റഗറീസിനൊന്നും അത്രത്തോളം നമ്മുടെ പ്രഡിക്ഷൻ മോഡലിനെ അഫക്റ്റ് ആകുന്നില്ല. അതാണ് ഈ ഒരു ഫീച്ചർ മാപ്പ് കാണിക്കുന്നത്. ഇപ്പൊ ഇതുവരെ ചെയ്തതിനെ നമ്മൾ ഒന്നും കൂടെ ഫുള്ള് മോഡലിനെ റൺ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇവിടെ ഗൂഗിൾ ഡ്രൈവിനെ മൗണ്ട് ചെയ്യുന്ന വിധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ് കൊടുത്തിട്ട് നമ്മുടെ ഏത് അക്കൗണ്ട് ആണോ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ടിന്റെ ജിമെയിൽ അക്കൗണ്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഈ ഒരു ഗൂഗിൾ കൊളാബ് വർക്ക് ആകത്തുള്ളൂ. സോ ഇപ്പൊ അതിന്റെ മോൾഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. ഇവിടെ ഒരു ബ്ലൂ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഡ്രൈവ് കറക്റ്റായിട്ട് മോൾഡ് ആയിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. മോൾഡിങ് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പൊ ചെയ്ത സെയിം കോഡിനെ ഫുള്ള് കോഡിനെ കൂടെ ഒറ്റയടിക്ക് റൺ ചെയ്യുന്ന ഒരു കമാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം എല്ലാ ലൈബ്രറീസുകളെയും റൺ ചെയ്യുന്നു, ഫുൾ ലൈബ്രറീസ് ലോഡ് ചെയ്യുന്നു, അതിനുശേഷം ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ട്രെയിനിങ് ഹെഡ് കൊടുത്തിട്ട് എന്തൊക്കെയാ കണ്ടന്റ് ആണ് അതിനകത്തുള്ളതെന്ന് നമ്മൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങിലും ചെക്ക് ചെയ്യുന്നു. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. എങ്ങനെ ഫില്ല് ചെയ്യുന്നു? അതിന്റെ മീൻ കണ്ടുപിടിച്ചിട്ട് അല്ല മീഡിയൻ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂസിനെ വെച്ചിട്ട് ഏജ് അതുപോലത്തെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. പിന്നെ ആൽഫബറ്റിക്കൽ വാല്യൂസ് ആയിട്ടുള്ള കോളംസിനെ കാറ്റഗോറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ആക്കുന്നു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബൽ എൻകോഡർ ആണ്. സെക്സ് എംബാർഡ് കോളംസുകളെ നമ്മൾ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ആക്കുന്നു. ഫീച്ചേഴ്സിനെ എല്ലാം നമ്മൾ ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സർവൈവ്ഡിനെ സ്മോൾ ലെറ്റർ y വേരിയബിളിൽ സേവ് ആക്കുന്നു. ഫീച്ചേഴ്സ് എല്ലാം ക്യാപിറ്റൽ X എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്യുന്നു. ടെസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ ക്യാപിറ്റൽ X_ടെസ്റ്റ് എന്ന വേരിയബിളിലായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെപ്പ് 6 ട്രെയിനിങ്ങിനെയും വാലിഡേഷനെയും 80:20 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജിൽ സ്പ്ലിറ്റ് ആക്കുന്നു. ട്രെയിനിങ് മോഡൽ ഫോം ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ് മോഡൽ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ആണ്. അതിനുശേഷം ആ മോഡൽ ഫോം ചെയ്ത ശേഷം പ്രെഡിക്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു ആ മോഡൽ എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന്. അതിനുള്ള സ്റ്റെപ്പ് ഇവാലുവേഷൻ മോഡൽ വാലിഡേഷൻ ആക്യുറസി ചെക്ക് ചെയ്യുന്നു. നമ്മുടെ ആക്യുറസി 82% ആയിരുന്നു. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ നമ്മുടെ പെർസെൻറ്റേജ് അതുപോലെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ F1 സ്കോർ അതുപോലെ പ്രിസിഷൻ തുടങ്ങിയ സ്കോറുകളുണ്ട്. കൺഫ്യൂഷൻ മെട്രിക്സ് വെച്ചിട്ട് ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും എത്രത്തോളം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുന്നു. അതിൻ്റെ ആ മാപ്പ് ഹീറ്റ് മാപ്പ് ഫോം ചെയ്യുന്നു. അതുപോലെ ഫീച്ചർ ഇമ്പോർട്ടൻസ് ഫീച്ചർ ബാർ ചാർട്ട് വെച്ചിട്ട് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ റിസൾട്ടിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുന്നു. ആ മാപ്പ് നമ്മൾ കണ്ടതാണല്ലോ, അതിനകത്ത് ഏജ് തുടങ്ങിയ മാപ്പുകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതുപോലെ പാസഞ്ചർ ക്ലാസ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്തവർ വിമൻസ് ആണെങ്കിലും ചിൽഡ്രൻസ് ആണെങ്കിലും അവർ ഓൾമോസ്റ്റ് 90% എസ്കേപ്പ് ആയിട്ടുണ്ട്. അതേസമയം തേർഡ് ക്ലാസ് യാത്ര ചെയ്തിരിക്കുന്ന മെയിൽസിന് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ
അവർ സർവൈവ് ആയിട്ടുള്ളൂ. കാരണം അവരുടെ ടിക്കറ്റ് ലോ ആണ്, അവർക്ക് പ്രയോറിറ്റി ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. പിന്നെ ആക്യുറസി, നമ്പർ ഓഫ് ട്രീസ്, റേഞ്ച്, നമ്മൾ പ്ലോട്ടിംഗ്, ചില പ്ലോട്ടിംഗ് ബാർ ചാർട്ടുകൾ ഇവിടെ ഫോം ചെയ്യുന്നു. വാലിഡേഷൻ, ക്രോസ് വാലിഡേഷൻ ആക്യുറസി ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോം ചെയ്ത ആ റിസൾട്ടിനെ ഒരു CSV ഫയലായിട്ട് നമ്മൾ ഡാറ്റ ഫ്രെയിം, 2 കോളം ഉണ്ട്, പാസഞ്ചർ ID, സർവൈവ്ഡ്. അപ്പം ഇന്ന പാസഞ്ചർ സർവൈവ് ആയോ ഇല്ലയോ എന്നുള്ള ഒരു റിസൾട്ട് നമ്മൾ CSV ഫയലായിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഓട്ടോ ഡൗൺലോഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ഫയൽ ഡോട്ട് ഡൗൺലോഡ്, അതിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, submission.csv. അപ്പോൾ അത് നമുക്ക് ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുണ്ട്, അത് ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഫീച്ചർ, ഇമ്പോർട്ടൻസ് ഗ്രാഫ്, ആക്യുറസി, നമ്പർ ഓഫ് ട്രീസ്. സോ ഇങ്ങനെ ഒരു ഗ്രാഫും കൂടി ഇവിടെ ഫോം ആക്കിയിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ റാൻഡം ഫോറസ്റ്റ്, ഇവിടെ വൈ ആക്സിസിൽ വരുന്നത് വാലിഡേഷൻ ആക്യുറസി ആണ്. അപ്പൊ ഇതുണ്ട്, ഇത് നമുക്ക് നോക്കിയാൽ കാണാം, ഇത് പതുക്കെ വാലിഡേഷൻ ആക്യുറസി ഇൻക്രീസ് ആയിട്ട് ഒരു നിശ്ചിത റേഞ്ചിൽ എത്തിയപ്പോൾ അത് സ്റ്റേബിൾ ആയി, പിന്നെ ഡൗൺ ആയി, പിന്നെ ഒരു 81% ഈ ഡിസിഷൻ ട്രീ ഫോം ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ റേഞ്ചിൽ ആക്യുറസി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ലാസ്റ്റ് അതിന്റെ സബ്മിഷൻ ഫയൽ നമ്മൾ ക്രിയേറ്റ് ആക്കി. 80% ക്രോസ് വാലിഡേഷൻ ആക്യുറസിയിൽ ഇത് വർക്ക് ആവുന്നു. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ആ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഈ അപ്ഡേഷനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ ഇപ്പൊ ചെയ്ത റാൻഡം ഫോറസ്റ്റ് മാത്രമാണെങ്കിൽ വേറെ കുറെ ക്ലാസിഫയറും കൂടെ വെച്ചിട്ട് ഏത് ക്ലാസിഫയർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ബാക്കി സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്. നമ്മൾ മോർ ദാൻ 1 ക്ലാസിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് ഏത് ക്ലാസിഫയർ ആണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നോക്കുന്നു. അതിനുശേഷം ഓട്ടോ ആയിട്ട് ഒരു 4 ക്ലാസിഫയറിനെ കൊടുത്തിട്ട് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിസൈഡ് ചെയ്യുന്നു ഏത് ക്ലാസിഫയറിനെ യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ 2 അഡീഷണൽ തിങ്സ് ഈ ഒരു പ്രോജക്റ്റിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈബ്രറീസ് എല്ലാം സെയിം ലൈബ്രറീസ് ആണ്. നമ്മളിപ്പം നേരത്തെ കണ്ട അതെല്ലാം തന്നെയാണ്. റാൻഡം ക്ലാസിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു പുതിയ ക്ലാസിഫയർ വന്നു. അതിന്റെ നെയിം ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. മാത്തമാറ്റിക്കൽ മോഡലായ റിഗ്രഷൻ അനാലിസിസ് വെച്ചിട്ട് ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ക്ലാസിഫയറിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കണ്ട പോലത്തെ ഗ്രാഫും സെയിം ക്ലാസിഫിക്കേഷൻ, കൺഫ്യൂഷൻ, മെട്രിക്സ് ഒക്കെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി സ്റ്റെപ്പുകളെല്ലാം സെയിം സ്റ്റെപ്പുകളാണ്. പുതിയൊരു മോഡലിനെ ഇമ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണ്, ഇത് റാൻഡം ഫോറസ്റ്റിനേക്കാൾ മെച്ചമാണോ അല്ലയോ എന്ന് നോക്കുകയാണ്. ഏതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. റാൻഡം ഫോറസ്റ്റിൽ 80% ആയിരുന്നു ആക്യുറസി. നമുക്ക് നോക്കാം ലോജിസ്റ്റിക് റിഗ്രഷൻ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ ഇതിന്റെ റിസൾട്ട് ആണ്. സോ ഇവിടെ ആക്യുറസി 82% ആണ്. ഏതിന്റെ ആക്യുറസി ആണ് ഇവിടെ കാണുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്ത റാൻഡം ഫോറസ്റ്റിന്റെ സെയിം ആക്യുറസി ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുകയാണ് റാൻഡം ഫോറസ്റ്റിനെ. അടുത്തതായിട്ട് ഇവിടെ ആക്യുറസി ലോജിസ്റ്റിക് റിഗ്രഷൻ വരുമ്പോൾ ആക്യുറസി 80% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച ഒരു ആക്യുറസിയിലേക്ക് അത് എത്തുന്നില്ല. അതിന്റെ ഒരു ROC കർവ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾസ് പോസിറ്റീവ് റേറ്റും ട്രൂ പോസിറ്റീവ് റേറ്റും വെച്ചിട്ട് ഒരു ROC കർവ് ഫോം ചെയ്തു. അതുപോലെ പ്രിസിഷൻ റീകോൾ, അതിൻ്റെയും ഒരു പ്രിസിഷൻ ആൻഡ് റീകോൾ, സോ അതിന്റെ ഒരു ഗ്രാഫ് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്യുറസിയും ട്രെയിനിങ് സൈസും വെച്ചിട്ട് ഒരു ലേണിംഗ് കർവ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക്
മെഷീൻ ലേണിംഗ് AI പ്രോജക്റ്റുകളുടെ ഔട്ട്പുട്ടിൽ നമുക്ക് വെക്കാനായിട്ടുള്ള പലതരത്തിലുള്ള അനാലിസിസ് റിപ്പോർട്ട്സ് ആണ്. അപ്പം ലോജിസ്റ്റിക് റിഗ്രഷൻ നൽകുന്ന ആക്യുറസി എന്ന് പറയുന്നത് 81% ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ മോഡലുമായിട്ട് ഏകദേശം അടുത്ത് തന്നെയാണ് ലോജിസ്റ്റിക് റിഗ്രഷന് നൽകുന്ന ആക്യുറസി. ആ ഫയൽ നെയിം സെയിം രീതിയിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് റാൻഡം ഫോറസ്റ്റും ലോജിസ്റ്റിക് റിഗ്രഷനും കഴിഞ്ഞ് നമ്മൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ യൂസ് ചെയ്തിട്ട് ആക്യുറസി ചെക്ക് ചെയ്യുകയാണ്. അതുപോലെ എൻസംബിൾ മെത്തേഡുകളിലെ ഒന്നായ SG ബൂസ്റ്റ് ക്ലാസിഫയർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സെയിം പ്രോഗ്രാം തന്നെ അപ്പൊ റാൻഡം ക്ലാസിഫയർ ഉണ്ട്, റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം, ലോജിസ്റ്റിക് റിഗ്രഷൻ അൽഗോരിതം, ന്യൂറൽ നെറ്റ്വർക്ക്. ഈ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ക്ലാസിഫയറിന്റെ പേരാണ് MLP ക്ലാസിഫയർ എന്ന് പറയുന്നത്. അതുപോലെ എൻസംബിൾ മെത്തേഡായ SG ബൂസ്റ്റ് വെച്ചിട്ട് അതിന്റെ ക്ലാസിഫയർ ആയ SGB ക്ലാസിഫയർ വെച്ചിട്ട് എൻസംബിൾ മെത്തേഡ് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും നമ്മളിവിടെ റിപ്പീറ്റ് ആകുന്നത്. മിസ്സിംഗ് വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നു, കാറ്റഗോറിക്കൽ വാല്യൂസിനെ കൺവേർട്ട് ചെയ്ത് ന്യൂമറിക്കൽ വാല്യൂസ് ആക്കി മാറ്റുന്നു, ഫീച്ചേഴ്സിന്റെ അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ട്രെയിനിങ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, മോഡൽ ജനറേറ്റ് ആക്കുന്നു, ട്രെയിനിങ് വാലിഡേഷൻ സ്പ്ലിറ്റിംഗ് 80x2 ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ ഒരു മോഡലാണ് ഫോം ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ 4 മോഡലുകളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാണാൻ സാധിക്കും, മോഡൽ ഈസ് ഈക്വൽ ടു കേളി ബ്രേസിസിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട 4 മോഡൽസിനെ ഇവിടെ 1 by 1 ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. റാൻഡം ഫോറസ്റ്റ് ഈസ് ഈക്വൽ ടു റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് ഈക്വൽ ടു ലോജിസ്റ്റിക് ക്ലാസിഫയർ. അതിൻ്റെയൊക്കെ ഐട്രേഷനും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോന്നിനും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം മാക്സ് ഐട്രേഷൻ 500 ആയിട്ടാണ് ലോജിസ്റ്റിക് റിഗ്രഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. SG ബൂസ്റ്റിൽ നമ്മൾ ലോസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂറൽ നെറ്റ്വർക്കിൽ MLP ക്ലാസിഫയർ ആണ് ഹിഡൻ ലെയർ 50,50 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ക്ലാസിഫയറിലും നമുക്ക് മാറ്റി മാറ്റി കൊടുത്ത് നമ്മൾക്ക് ട്യൂൺ ചെയ്ത് നമ്മുടെ മോഡൽസിനെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ 4 മോഡൽസും നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റാൻഡം ഫോറസ്റ്റ്, ലോജിസ്റ്റിക് റിഗ്രഷൻ, SG ബൂസ്റ്റ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്. പിന്നീട് സെയിം പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. ട്രെയിനിങ്, ഇവാലുവേറ്റിംഗ് ദ മോഡൽ, ROC കർവ് ഫോം ചെയ്യുന്നു, വാലിഡേഷൻ ആക്യുറസി ചെക്ക് ചെയ്യുന്നു, കൺഫ്യൂഷൻ മെട്രിക്സ് ഫോം ചെയ്യുന്നു. സെയിം ഡൈഡ് ആയിട്ടുള്ളതും സർവൈവ്ഡ് ആയിട്ടുള്ളതും 0 and 1 കൺഫ്യൂഷൻ മെട്രിക്സ്. അതിനുശേഷം നമ്മൾ ഈ ആക്യുറസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 4 മോഡൽസിൽ ഏതിനാണ് ബെറ്റർ ആയിട്ടുള്ള ആക്യുറസി ഫോം ചെയ്തതെന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. പിന്നെ ഫീച്ചർ ഇമ്പോർട്ടൻസ്, സെയിം ആയിട്ടുള്ള ഫീച്ചർ ഇമ്പോർട്ടൻസിന്റെ മാപ്പ് ഫോം ചെയ്യുന്നു, ROC കർവ്, AUC കർവ്, പിന്നെ പ്രിസിഷൻ റീകോൾ വാല്യൂസിനെ ഡിസ്പ്ലേ ആക്കുന്നു. അപ്പോൾ ഓരോന്നിനായിട്ട് റാൻഡം ഫോറസ്റ്റ് അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ഒരു സബ്മിഷൻ ഫയൽ ക്രിയേറ്റ് ആക്കുന്നു. എത്ര പേര് കറക്റ്റായിട്ട് സർവൈവ് ആയിട്ടുണ്ടെന്ന് ചെക്ക് ആക്കുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം കാണിക്കുന്നത് റാൻഡം ഫോറസ്റ്റിന്റെ ആക്യുറസിയാണ് 82%. മെട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ അടുത്തതായിട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ 81% ആക്യുറസി. അതിന്റെ മെട്രിക്സ് നോക്കിയാൽ അറിയാം കൂടുതൽ എറർ വന്നിട്ടുണ്ട്. 90% കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, 50 റോങ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്തു. നേരത്തേനകത്ത് 30 റോങ് ആയിട്ട് പ്രഡിക്റ്റ് ആക്കിയിട്ടുള്ളായിരുന്നു. അപ്പൊ ഇവിടെ എന്തായി, എറർ ഇപ്പൊ 2 എണ്ണം കൂടി. ഏതില്? ലോജിസ്റ്റിക് റിഗ്രഷനില്. പിന്നെ SG ബൂസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കിന് 80%. SG ബൂസ്റ്റ് ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 87 കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, എറർ 18 വന്നു. അപ്പം എറർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എണ്ണം കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ 13 എണ്ണേ തെറ്റായിട്ട് പറയുന്നുള്ളായിരുന്നു, ഇപ്പൊ 18 എണ്ണം തെറ്റായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആക്യുറസി കുറയുകയാണ്. ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വന്നപ്പോഴും അതുപോലെ 80%, 16 റോങ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്തു, 89 കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടലി നമ്മൾ കമ്പാരിസൺ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ മോഡലായ റാൻഡം ഫോറസ്റ്റ് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റിസൾട്ട് ഇവിടെ നൽകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഏകദേശം അടുത്തടുത്താണ് വരുന്നതെങ്കിലും കമ്പാരിറ്റീവ്ലി റാൻഡം ഫോറസ്റ്റ് ഈസ് ഗിവൺ ബെറ്റർ റിസൾട്ട് ഇത് മറ്റു മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും നൽകുന്നുണ്ട്. അതുപോലെ ഫീച്ചർ ഇമ്പോർട്ടൻസ് മാപ്പ് ഇവിടെയും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഓരോന്നിൻ്റെ ആയിട്ട്. അപ്പം റാൻഡം ഫോറസ്റ്റ് വന്നപ്പോഴത്തേക്കിന് ഫീച്ചർ മാപ്പ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ SG ബൂസ്റ്റിൽ വേറെ പാരാമീറ്റേഴ്സിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ മാപ്പിലും വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എല്ലാ 4 മോഡൽസിൻ്റെ ഒരു ROC കർവ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആക്യുറസി ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിസിഷൻ റീകോളിൻ്റെ ഒരു ഗ്രാഫ് ഫോം ചെയ്തിട്ടുണ്ട്. റാൻഡം ഫോറസ്റ്റ്, ലോജിസ്റ്റിക് റിഗ്രഷൻ, SG ബൂസ്റ്റ്, ന്യൂറൽ നെറ്റ്വർക്ക്. അതുപോലെ ലേണിംഗ് കർവ് ജനറേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ മോഡൽ തന്നെയാണ് മികച്ച ഒരു റിസൾട്ട് നമുക്ക് നൽകുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിന്റെ ഒരു ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ഞാൻ ഇതിൽ ചെക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളായിട്ട് കൊടുക്കുമായിരുന്നു ഇന്ന മോഡൽ 4 മോഡൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അടുത്തതായിട്ട് ഈ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുകയാണ് ഏത് മോഡലാണ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓട്ടോ പ്രഡിക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു കോഡ് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ബെസ്റ്റ് മോഡൽ സെലക്ഷൻ പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ 4 മോഡലിൽ ഏത് മോഡലാണ് ബെസ്റ്റ് മോഡൽ എന്ന് നമ്മൾ കൊടുക്കാതെ തന്നെ സിസ്റ്റം തിരഞ്ഞെടുത്തിട്ട് അതിലെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് നൽകും. സ്റ്റെപ്പൊക്കെ ഏകദേശം സെയിം ആണ്. സെയിം സ്റ്റെപ്പുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റെപ്പ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. മോഡൽസിനെ ഡിഫൈൻ ചെയ്യുന്നു, ട്രെയിനിങ് ഇവാലുവേഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെ കുറച്ച് പ്രഡിക്ഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രഡിക്ഷൻ, അതായത് ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഏത് മോഡലാണ് കൂടുതൽ ബെറ്റർ എന്നൊരു പ്രഡിക്ഷൻ ഈ മോഡൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതായിരിക്കും ബെസ്റ്റ് മോഡലായിട്ട് അത് അതിൻ്റെ ഔട്ട്പുട്ടിലെ ഫസ്റ്റ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. ബാക്കി ROC കർവ്, കമ്പയറിംഗ് മോഡല്, സെയിം സ്റ്റെപ്പ് എല്ലാം തന്നെ ഇവിടെ റിപ്പീറ്റ് ആകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടൈറ്റാനിക് സർവൈവൽ പ്രഡിക്ഷൻ AI മോഡലിൽ വർക്കാകുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഡാറ്റാ സെറ്റ്, ട്രെയിനിങ് ഡാറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്യുക, ടെസ്റ്റിംഗ് ഡാറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് ആദ്യം റാൻഡം ഫോറസ്റ്റ് വെച്ചിട്ട് ഒരു ചെറിയ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള SG ബൂസ്റ്റ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഇതുപോലെയുള്ള മറ്റു മാത്തമാറ്റിക്കൽ മോഡൽസിനെയും കൂടെ വെച്ചിട്ട് കമ്പാരിസൺ നടത്തി ഏത് മോഡലാണ് ബെസ്റ്റ് മോഡൽ, ബെസ്റ്റ് റിസൾട്ട് നൽകുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു പ്രഡിക്ഷനിലേക്ക് എത്തി നമുക്ക് ഔട്ട്പുട്ട് പല ഗ്രാഫുകളായിട്ട് ഈ പറഞ്ഞ റിസൾട്ടുകളെല്ലാം കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ചെറിയൊരു മോഡൽ, ഒറ്റ മോഡൽ വെച്ച് ചെയ്യുന്നു, പിന്നെ 2 മോഡൽ അല്ലെങ്കിൽ 3-4 മോഡൽ വെച്ച് കമ്പാരിസൺ നടത്തി റിസൾട്ടിൽ ബെസ്റ്റ് വൺ ഇന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ഇതിനകത്തൊരു ട്രെയിനിങ് ഡാറ്റാ സെറ്റും ഉണ്ട്, ടെസ്റ്റിംഗ് ഡാറ്റാ സെറ്റും ഉണ്ട്. ഈ ട്രെയിനിങ് ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിക്കിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ്. അതിനകത്ത് എത്ര പാസഞ്ചേഴ്സ് കറക്റ്റായിട്ട് സർവൈവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഈ ടെസ്റ്റിംഗ് ഡാറ്റയ്ക്കകത്ത് എന്തില്ല, എത്ര പേര് സർവൈവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ കോളം ഇല്ല അതിനകത്ത്. എന്നാൽ ബാക്കി എല്ലാ കോളംസും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ഒരു മോഡൽസിന്റെ സഹായത്തോടു കൂടി ഈ ടെസ്റ്റിംഗ് ഡാറ്റനെ ചെക്ക് ചെയ്തിട്ട് ആ സിമിലാരിറ്റി സ്റ്റഡി നടത്തിയിട്ട്
എന്താണ് ഈ ട്രെയിനിങ് ഡേറ്റയിലെ പല കോമ്പിനേഷൻസും വെച്ചിട്ടാണ് ഇന്ന ആള് സർവൈവ് ആയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മോഡൽ വെച്ചിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് നമ്മുടെ ടെസ്റ്റിംഗ് ഡേറ്റയിൽ ആ ഓരോ പാസഞ്ചറിനെയും ചെക്ക് ചെയ്യുകയാണ് അയാൾ സർവൈവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അത് ഏറ്റവും എല്ലാം 100% കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മുടെ മോഡല് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ട്രെയിനിങ് ഡേറ്റനെ പഠിച്ചു പ്രെഡിക്റ്റ് ചെയ്തു എന്നതാണ്. എന്നാൽ നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ 13 കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 83 മാത്രമാണ്. അത് നമുക്ക് പല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള ട്രെയിനിങ്, മാത്തമാറ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ എറേഴ്സ് എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്കത് 99-99ലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ റാൻഡം ഫോറസ്റ്റ് 84.36 ആയിരുന്നു ആക്യുറസി ഉണ്ടായിരുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ 81%, SG ബൂസ്റ്റ് 82%. ന്യൂറൽ നെറ്റ്വർക്ക് ശരിക്കും ഇങ്ങനത്തെ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ ഡാറ്റാ സെറ്റ് ആണ്. ശരിക്കും ന്യൂറൽ നെറ്റ്വർക്ക് നല്ല ബെസ്റ്റ് പെർഫോമൻസ് തരേണ്ടതാണ്. പക്ഷെ ഈ ഒരു ചെറിയ ഡാറ്റാ സെറ്റുകളിൽ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുമ്പം അത് സ്വാഭാവികമായിട്ട് ഇൻബാലൻസ്ഡ് ആവുകയും അതിന് കറക്റ്റായിട്ട് അതിന്റെ പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അത് 79 എന്ന് പറയുന്ന ഒരു ലോവസ്റ്റ് റേഞ്ചിലേക്ക് പോകുന്നത്. ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്ക് നല്ല പവർഫുൾ ആണ്. സോ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ ടൈറ്റാനിക് പാസഞ്ചർ ഇൻഫർമേഷൻസ്, ആദ്യം ക്ലീനിങ് പ്ലസ് പ്രീ പ്രോസസ്സിംഗ് എങ്ങനെ നടത്തുന്നു എന്ന് പഠിച്ചു. അതുപോലെ 4 മോഡൽസിനെ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തു. അതിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് നടത്തി. പിന്നെ അതിൻ്റെ ആക്യുറസി AUC കർവ് ഫോം ചെയ്തു. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് റാൻഡം ഫോറസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്നു എന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആ എംബാർഡ് എന്ന് പറയുന്ന ആ കോളം പറയുന്നത് ഏത് പോർട്ടിലേക്കാണ് ഈ ഷിപ്പ് മൂവ് ആവുന്നതെന്നാണ്. അപ്പൊ ആ ഷിപ്പ് പിന്നീട് പോകുന്നത് 3 പോർട്ടിലായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഫ്രാൻസിലെ ചെർബൺ എന്ന് പറയുന്ന സി, ക്യൂ എന്ന് പറയുന്ന ക്യൂൻ ടൗൺ അയർലൻഡ്, പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സതാംപ്ടൺ ഇംഗ്ലണ്ട് ആണ്. അതുകൊണ്ട് S എന്ന് പറയുന്നത് സതാംപ്ടൺ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഇതിലെ ഒരു സർവൈവൽ മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതുണ്ടോ, പാസഞ്ചേഴ്സ് ഹൂ ബോർഡഡ് അറ്റ് ചെർബോർഗ് ഹാഡ് ഹയർ സർവൈവൽ റേറ്റ്. അതായത് ഈ പറയുന്ന ചെർബോഗ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ബോർഡ് ചെയ്ത ആൾക്കാര് ഹൈ സർവൈവൽ റേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് മോർ വെൽത്തിയർ ആയിരുന്നു, അവരെല്ലാം ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്തവരായിരുന്നു. അതേസമയം സതാംപ്ടണിലേക്ക് പോയ ആൾക്കാർ 3rd ക്ലാസ് യാത്ര ചെയ്തവരായിരുന്നു, അവര് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഈ ക്യൂൺ ടൗൺ എന്ന് പറയുന്ന ആ പോർട്ടിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പോകുന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഒരു വലിയ ഫാക്ടർ ആയിട്ട് വരുന്നില്ല. ഈ ചാർട്ട് നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സർവൈവൽ റേറ്റ് പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവൈവൽ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹയസ്റ്റ് സർവൈവൽ റേറ്റ് ഈ സി എന്ന് പറയുന്ന പോർട്ടിലേക്ക് യാത്ര ചെയ്തവർക്കായിരുന്നു. അതുപോലെ ഏജും ഫീമെയിലിന്റെ ക്ലാസ്സും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നതെന്നാണ് ഈ അടുത്ത ചാർട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ ഏജ് കുറഞ്ഞവര് സർവൈവ് ആയിട്ടില്ല, മാക്സിമം ഏജ് കൂടിയവരും സർവൈവ് ആയിട്ടില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏജ് ഉള്ളവരാണ് കൂടുതലും സർവൈവ് ആയിരിക്കുന്നത്. കാരണം കുട്ടികൾ സർവൈവ് ആകാൻ ചാൻസ് കുറവാണ്, ഒത്തിരി ഏജ് കുറഞ്ഞവര്. അതുപോലെ തന്നെ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കും മൂവ്മെന്റ് അത്ര ഈസി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഫീമെയിൽസിലായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് സർവൈവലിന്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 70% ഫീമെയിൽസ് സർവൈവ് ആയി ആ ഒരു ട്രാജഡിയിൽ നിന്ന്. മെയിൽസ് ആണ് മാക്സിമം അഫക്റ്റ് ആയത്. അത് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ 0 to 10 ഇയർ ചിൽഡ്രൻസിന് മോർ സർവൈവൽ റേറ്റ് ആണുള്ളത്. ജെൻഡേഴ്സിൽ ഫീമെയിൽ സർവൈവ്ഡ് അറ്റ് ഹൈ റേറ്റ് 75%. മെയിൽസ് സർവൈവ്ഡ് പെർസെൻറ്റേജ് 20% ഓൺലി. സോ ക്ലാസ് പ്ലസ് ജെൻഡർ ഈസ്, ഏത് ക്ലാസ് യാത്ര ചെയ്തു അവരുടെ ജെൻഡർ എന്താണെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലെ ഫീമെയിൽസും
കിഡ്സും ഓൾമോസ്റ്റ് 99% സർവൈവ് ആയി. എന്നാൽ തേർഡ് ക്ലാസ് യാത്ര ചെയ്തവർ വളരെ കുറച്ച് പേര് മാത്രമേ സർവൈവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള കാര്യം. അതുപോലെ ഈ സിബ്ലിങ്സ്, സ്പൗസ് ആൻഡ് പേരൻസ്, ചിൽഡ്രൻസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഫാമിലിയാണ് യാത്ര ചെയ്തതെങ്കിൽ അവർക്ക് സർവൈവൽ ചാൻസ് മോറാണ്. കാരണം അവരിപ്പോൾ 2 പേരെ 3 പേരെ ഉള്ളെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതൊരു ബിഗ് ഫാമിലിയാണ് യാത്ര ചെയ്തതെങ്കിൽ അവർക്ക് എസ്കേപ്പ് ആകാൻ ചാൻസ് കുറവാണെന്നാണ് ഈ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം സിബ്ലിങ്സ്, സ്പൗസ് ഒക്കെ ആണെങ്കിൽ അവരെ ഫീമെയിൽസിന്റെ കൂടെ പരിഗണിക്കാറുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫാമിലിയാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഈ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ ഷിപ്പിലെ റൂള് അത്ര ഫ്ലെക്സിബിൾ ആയിരുന്നില്ല. ചെറിയ ഫാമിലിക്ക് മാത്രമാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെന്ന് ഈ ഡേറ്റ നമുക്ക് കാണുമ്പോഴത്തേക്കിന് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ സിബ്ലിങ്സ്, സ്പൗസും അതുപോലെ പേരൻസ് ചൈൽഡിനെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് പ്രഡിക്ഷനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു പെർസെൻറ്റേജുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരെവിടെ ഏത് ക്ലാസ് യാത്ര ചെയ്തു, അവർ ഫീമെയിൽസ് ആണോ, ചിൽഡ്രൻസ് ആണോ, അതുപോലെ അവരുടെ പേരൻസ് കൂടെ ഉണ്ടോ, അങ്ങനെ കുറെ ഫാക്ടേഴ്സ്, ഒരു 5-6 ഫാക്ടേഴ്സ് കൂടി വരുമ്പോഴാണ് അവർക്ക് മോർ പ്രയോറിറ്റി വരുന്നത്, അവര് ഫസ്റ്റ് സർവൈവൽ ലിസ്റ്റിൽ വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഡിക്ഷൻ മോഡൽസും ഈ ഒരു 5 ഫാക്ടേഴ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് അതിന്റെ ട്രെയിനിങ് സെറ്റിൽ നിന്ന് ഡേറ്റ എടുത്തിട്ടാണ് അത് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇവർക്ക് എത്രമാത്രം കറക്റ്റ് സർവൈവൽ ചാൻസ് ഉണ്ട് ഇല്ലയോ എന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കോഡുകളും എല്ലാം തന്നെ ജിറ്റ്ഹബിൽ എൻ്റെ പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ജിറ്റ്ഹബിലേക്ക് പോയിട്ട് റിപ്പോസിറ്ററിയിൽ ഇതിന്റെ കോഡ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കോഡ് റൺ ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ടൈറ്റാനിക് സർവൈവൽ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോസിറ്ററി ഹെഡറിലാണ് ഞാൻ ഈ കോഡുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു റീഡ്മി ഫയൽ ഉണ്ട്. ആ റീഡ്മി ഫയലിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. CSV ഫയലുകളും അതുപോലെ ടെസ്റ്റിംഗ് ഡാറ്റയും ട്രെയിനിങ് ഡാറ്റയും ഈ ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങളുടെ പ്രോജക്റ്റിൽ കറക്റ്റ് പാത്ത് കൊടുക്കുക, ലൈബ്രറീസിനെ കറക്റ്റായിട്ട് ലോഡ് ചെയ്യിപ്പിക്കുക, പാത്ത് കൊടുക്കുക. നിങ്ങളുടെ കൊളാബിൽ ഈ പ്രോജക്റ്റ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓരോ ലൈനും എന്തിനാണ് കൊടുത്തതെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ മോഡലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കി മാത്രം ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടഫായിട്ടുള്ള മെഷീൻ ലേണിംഗ് AI പ്രോജക്റ്റുകൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന AI മെഷീൻ ലേണിംഗ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ആയി ചെയ്യുന്നവർ ഈ യൂട്യൂബ് ചാനലുണ്ട്, അത് ഫോളോ ചെയ്യുക. നേരത്തെ അപ്ലോഡ് ചെയ്ത പ്രോജക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡോഗ് ക്യാറ്റ ക്ലാസിഫിക്കേഷന്റെ ഒരു പ്രോജക്റ്റ് 48 മിനിറ്റിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ കൊളാബിന്റെ ബേസിക് കാര്യങ്ങളുടെ ഒരു വീഡിയോ അവൈലബിൾ ആണ്. പിന്നെ ഏത് ടൂൾ യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. AI ML റിലേറ്റഡ് ആയിട്ടുള്ള മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ആനന്ദ് ഇൻസ്പയർ, സഞ്ജു എസ് ആനന്ദ്.